ഹലോ പീപ്പിൾ. സോ ഈ വീഡിയോയിൽ നമ്മൾ ചെറുതായിട്ട് നോക്കാൻ പോകുന്നത് ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ആണ്. ടിപ്പിക്കലി എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ ഇവിടെയും കുറച്ചധികം ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമ്മളതിൽ ഓൾറെഡി രണ്ടുപേരെ കണ്ടു. നമ്മളെ എക്സാമ്പിളിൽ നമ്മൾ രണ്ടുപേരെ കണ്ടു. ഒന്നീ പറഞ്ഞ ഈക്വലും രണ്ടീ പറഞ്ഞ നമ്മുടെ മൾട്ടിപ്ലിക്കേഷനും. സോ അത് കൂടാതെയും നമുക്ക് കുറച്ചധികം ഈ കാണുന്ന ലിസ്റ്റ് മൊത്തം ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ആണ്. സോ നമുക്കതൊന്നൊന്നായിട്ട് കവർ ചെയ്ത് പോവാം. സോ നമുക്ക് ഇത് രണ്ട് സ്പ്ലിറ്റ് സ്ക്രീനിലിടാം സോ ദാറ്റ് ഐ വോണ്ട് മിസ് ഔട്ട് ഓൺ എനിത്തിങ്. സോ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 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 ഓപ്പറേറ്റേഴ്സ് .js എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കാം. ഇത് മിനിമൈസ് ഇടാം. സോ നമുക്ക് ഓപ്പറേറ്റേഴ്സിന് മുന്നോടിയായിട്ട് അല്ല വേണ്ട, ലൈക്ക് നമുക്കൊരു ചെറിയൊരു പ്രോഗ്രാം എഴുതാം. ലെറ്റ് a is equal to 10 plus 2 and console.log a. നമ്മൾ നേരത്തെ ടിപ്പിക്കൽ സ്റ്റഫാണ് ഇപ്പോഴും ചെയ്യുന്നത്. സോ നോഡ് ഓപ്പറേറ്റേഴ്സ് .js കൊടുത്താൽ 12 വന്നു. സോ ഇവിടെ സംഭവിച്ചത് പ്രിറ്റി സിമ്പിളാണ്. 10 plus 2 12 ആണ്. അത് എയിലെടുത്ത് വെച്ചു, അതിൻ്റെ അതോടെ ലോഗ് ചെയ്തു. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തത് ആദ്യത്തെ അഡീഷൻ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററാണ്. സോ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ലൈക്ക് എയിലോട്ട് വാല്യൂ അസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഈക്വൽ ടു ആണ്. സോ അതുകൊണ്ട് അതിന് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നു. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ 10 plus 2 12 ഉണ്ട്. സോ ആദ്യം ചെയ്യുന്നത് എയിൽ 10 അല്ല എടുത്ത് വെക്കേണ്ടത്, പ്ലസ് ഇതിലേക്ക് ഇത് ഇങ്ങനെയല്ലല്ലോ വെക്കേണ്ടത്. ഇതാണ് ആദ്യം ചെയ്യുന്നത്, അങ്ങനെയല്ല. അല്ലെങ്കിൽ ലോജിക്കലി ഡസൻ മാച്ച് അപ്പ്, റൈറ്റ്? സോ ആദ്യം ചെയ്യുന്നത് ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഇത്രയും കമ്പ്യൂട്ട് ചെയ്യും. അത് ചിലപ്പോൾ വേറെ വേരിയബിൾസുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ ആ വേരിയബിൾസിൻ്റെ വാല്യൂ ഫില്ല് ചെയ്യുന്ന ആ ഒരു സാധനമാണ്. സോ ആദ്യം റൈറ്റ് ഹാൻഡ് സൈഡ് ഫില്ല് ചെയ്യും. പിന്നെ ആ റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ കമ്പ്യൂട്ടേഷൻ്റെ റിസൾട്ട് എടുത്ത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെക്കും. ആൻഡ് അത് ഫൈനലി ബാക്കിയുള്ള താഴെയുള്ള സ്റ്റെപ്സിലോട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ആക്ച്വലി വാല്യൂ എന്ത് പറയും? അവിടെ വാല്യൂ 12 വരും. ആൻഡ് ആ 12 എടുത്ത് നമ്മൾ എയിനകത്ത് വെക്കും. അതിനെ നമ്മളിവിടെ ലോഗ് ചെയ്യും. സോ അതാണ് ഇൻ നട്ട്ഷെൽ ഇവിടെ സംഭവിക്കുന്നത്. സോ ഇത് കൂടാതെ തന്നെ നമുക്കിനി വേറെ ഏതൊക്കെ അരിത്തമാറ്റിക് ഓപ്പറേറ്റർ ഉണ്ട്. a ഈക്വൽ ടു a മൈനസ് 2 ചെയ്താൽ നേരത്തെ കിട്ടിയ എന്താ, അല്ല നമുക്ക് a ഈക്വൽ ടു a സ്റ്റാർ 2 ഉണ്ട്. ആൻഡ് a ഈക്വൽ ടു a/2 ഉണ്ട്. സോ ഇത്രയും സ്റ്റെപ്പ് നമുക്ക് ഒരുമിച്ച് ചെയ്ത് എന്ത് കിട്ടുമോ നോക്കാം. സോ 10 ആണ് വരുന്നത് ആദ്യം. അതായത് നമുക്ക് ജസ്റ്റ് ഒന്നൊന്ന് അതിൽ വാലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ 12 വന്നു. 12ൽ നിന്ന് 2 പോയാൽ ഇവിടെ 10 വരും. 10ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ 20 ആവും. 20ൻ്റെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 10 ആവും. സോ ദ മാത്ത് ഈസ് പ്രിറ്റി സിമ്പിൾ. ഇങ്ങനെയാണ് ഇവിടെ നമുക്ക് 10 കിട്ടിയത്. സോ അതാണ് ഇത്രയും ലൈക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് ഓൾറെഡി കവർ ചെയ്തു. സോ ഇത് പ്രിറ്റി സെൽഫ് എക്സ്പ്ലനേറ്ററി സ്റ്റഫ്. സോ അത് നമ്മൾ അത്രയേ ഉള്ളൂ. സോ അടുത്തതെന്ന് പറയുന്നത് കോമ്പൗണ്ട് അസൈൻമെൻ്റ് ആണ്. ഇതിലേക്ക് ഇവിടെ 2 തവണ വരുന്നില്ല. കോഡ് എപ്പോൾ എഴുതിയാലും ടു ആൻ എക്സ്റ്റെൻറ്റ് റീയൂസബിലിറ്റി ഈസ് അപ്രിസിയേറ്റഡ്, റൈറ്റ്? സോ അതുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും ഇവിടെ നിന്ന്. ഓക്കെ. സോ നമ്മൾ 2 തവണ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഒരു തവണ കൊടുത്താൽ മതി. പക്ഷേ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് സ്വാപ്പ് ചെയ്യേണ്ടി വരും. സോ നമ്മൾ മാറ്റി ഈക്വൽ ടുവിനെ എടുത്ത് ഓപ്പറേറ്ററിൻ്റെ ഇപ്പുറത്തിട്ടു. ഇനി നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ആവോ ഇല്ലയോ നോക്കാം. വാല്യൂ ഇസ് സ്റ്റിൽ 10. ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് വരും. സോ ഇപ്പോഴും 10 ആണ്. കാരണം ഇവിടെ സംഭവിക്കുന്നത് നേരത്തെ സംഭവിച്ച അതേ കാര്യമാണ്. ഞാൻ ഈ കോഡൊന്ന് കോപ്പി ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്ക് സ്പേസ് അടിക്കാം. സോ യെസ്. സോ നേരത്തെ സംഭവിച്ച ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴിവിടെ സംഭവിക്കുന്നത്. രണ്ടും ഈക്വൽ തന്നെയാണ്. സോ അവിടെ 2 തവണ കൊടുക്കുന്നതിന് പകരം ദാറ്റ് ഈസ് a മൈനസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ a ഈക്വൽ ടു a മൈനസ് 2 തന്നെയാണ്. a സ്റ്റാർ 2 ഈക്വൽ ടു a സ്റ്റാർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ a ഈക്വൽ ടു a സ്റ്റാർ 2 തന്നെയാണ്. സോ സിമിലർലി ഫോർ ദിസ് ഓൾസോ 2 തവണ ഇടുന്നത് നമ്മളതൊന്ന് കട്ട് ചെയ്ത് ഷോർട്ട് ആക്കിയെന്നേ ഉള്ളൂ. അതാണ് കോമ്പൗണ്ട് ഓപ്പറേറ്റർ. നേരത്തെ അതേ ലോജിക് അതേ ഇത് തന്നെയാണ് നടക്കുന്നത്. സോ അടുത്തതെന്ന് പറയുന്നത് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററാണ്. a പ്ലസ് പ്ലസ് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നേരത്തെ 10 ആയിരുന്നു. ഇതൊന്ന് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ 11 ആയി. അപ്പോൾ പ്ലസ് പ്ലസ് എന്താണ് ചെയ്യുന്നത്? ആ സാധനത്തിനെ ജസ്റ്റ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് വിടുന്നു. അപ്പോൾ ഇവിടെ മൈനസ് മൈനസ് ആണല്ലോ, ജസ്റ്റ് ആ ഒരു വാല്യൂവിനെ ഡിക്രിമെൻറ്റ് ചെയ്ത് വിടുന്നു. സോ അതാണ് ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രോപ്പർട്ടി ആക്സസ് ഓപ്പറേറ്റർ ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി കണ്ടത്. ഈ കൺസോൾ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനകത്തുള്ള ലോഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ലൈക്ക് ഈ പേഴ്സണിനകത്തുള്ള ഗെറ്റ് നെയിമിനെ നമ്മൾ കോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഡോട്ട് ഓപ്പറേറ്ററിനെയാണ്. കൺസോൾ എന്ന ഒബ്ജക്റ്റിലുള്ള ലോഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഡോട്ട് ഓപ്പറേറ്റർ. സോ അതാണ് ഡോട്ട് ഓപ്പറേറ്റർ അഥവാ പ്രോപ്പർട്ടി ആക്സസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ അടുത്തത് ഈക്വൽ ടു ആണ്. സോ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇപ്പോൾ എയുടെ വാല്യൂ എന്താണ്? അറ്റ് ദ എൻഡ് 9 ആണ്. ഓക്കെ, എയുടെ വാല്യൂ ഈസ് 9. സോ നമുക്ക് ലെറ്റ് ബി അല്ല നമുക്ക് നോക്കാം. സോ എയുടെ വാല്യൂ 9 ആണ്. സോ ഇവിടെ വന്നപ്പോൾ എയുടെ വാല്യൂ എന്തായി? 9 ആയി.
നമുക്ക് ഇവിടെ ലോഗ് ചെയ്ത് നോക്കാം. എ ഈക്വൽ ടു 9 ആണെന്നാണല്ലോ പറഞ്ഞത്. യെസ് 9 ആണ്, അതുകൊണ്ട് ട്രൂ വന്നു. ഓക്കെ, ഇനി ഇതിപ്പോൾ ഡബിൾ ഈക്വൽ ടു ഇട്ട് നോക്കാം. അപ്പോഴും ട്രൂ ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന്. നമുക്കിനി ഇതിനെ ഒന്ന് സ്ട്രിങ് ആക്കി നോക്കാം. സ്ട്രിങ് ആയാലും നമ്പർ ആയാലും 9 ഈസ് ഓൾവേസ് 9 റൈറ്റ്. ഇനി നമുക്ക് ഡബിൾ ഈക്വൽ ടു ത്രിബിൾ ഈക്വൽ ടു ഇട്ട് നോക്കിയാൽ ഫോൾസ് വരും. ആൻഡ് ഡബിൾ ഈക്വൽ ടു ഇട്ട് നോക്കിയാൽ ട്രൂ വരും. അതിൻ്റെ കാരണം ഇപ്പോൾ എന്തായിരിക്കും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒരു മിനിറ്റ് ആലോചിച്ച് നോക്കൂ. വീഡിയോ പോസ് ചെയ്തിട്ട് നേരത്തെ ഡബിൾ ഈക്വൽ ടു ഇട്ടപ്പോൾ എയിനെ സ്ട്രിങ് ആയാലും നമ്പർ ആയാലും ട്രൂ ആണ് വന്നത്. പക്ഷേ ഞാൻ ത്രിബിൾ ഈക്വൽ ടു ആക്കിയപ്പോഴത്തേക്ക് സ്ട്രിങ് കൊടുത്തപ്പോഴത്തേക്ക് എന്ത് വന്നു? ഫോൾസ് വന്നു. പകരം നമ്പർ കൊടുത്തപ്പോൾ ട്രൂ വന്നു. സ്ട്രിങ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഡബിൾ കോട്ട്സിനകത്ത് എൻക്ലോസ് ചെയ്തതാണ്. നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫോൾട്ട് ഇതുപോലെ വിത്തൗട്ട് എനി തിങ് കൊടുക്കുന്ന സാധനം. സോ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രിക്റ്റ് ഈക്വൽസ് ആണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് ടൈപ്പും കൂടെ ചെക്ക് ചെയ്യും. ടൈപ്പ് ഈസ് ഓൾസോ ചെക്ക്. അവിടെ ടൈപ്പ് ചെക്കിങ് സംഭവിക്കും. ഇവിടെ എ എന്ന് പറയുന്നതിൻ്റെ ടൈപ്പ് നമ്പറാണ്. സോ അതിന് നമുക്ക് നോക്കാൻ വേണ്ടി ഒരു ഓപ്പറേറ്റർ ഉണ്ട്. ഓപ്പറേറ്റർ അല്ല, ഒരു ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ടൈപ്പ് ഓഫ് എ എന്ന് കൊടുക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് ഈസ് ആക്ച്വലി നമ്പർ. സോ അതുകൊണ്ട് ത്രിബിൾ ഈക്വൽ ടു ഉപയോഗിച്ച് ഇതൊരു സ്ട്രിങ് ആണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ 9 ഇവിടെ ഇതാക്കുകയാണെങ്കിൽ അത് സ്ട്രിങ് വരും, കണ്ടോ? സോ ഇവിടെ ടൈപ്പ് ഓഫ് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ആക്ച്വലി രണ്ട് ഡേറ്റ ടൈപ്പാണ്. ഡേറ്റ ടൈപ്പ് നമ്മൾ കവർ ചെയ്യുന്നതാണ് ഓൺ അപ്കമിങ് വീഡിയോസ്. സോ ഡബിൾ ഈക്വൽ ടു ആണെങ്കിൽ ഡേറ്റ ടൈപ്പ് നോക്കത്തില്ല, ജസ്റ്റ് അതിൻ്റെ ലിറ്ററൽ വാല്യൂസ് മാത്രമേ നോക്കത്തുള്ളൂ. പക്ഷേ ത്രിബിൾ ഈക്വൽ ടു അഥവാ സ്ട്രിക്റ്റ് ഈക്വൽസ് ആണെങ്കിൽ അതിൻ്റെ ടൈപ്പും അഥവാ ഡേറ്റ ടൈപ്പും നോക്കും. പിന്നെ നോട്ട് ഈക്വൽസ് എന്ന് പറയുന്നത് ജസ്റ്റ് ദ വേർഡ് മീനിങ് ഒരു സാധനം അതിനോട് ഈക്വൽ ടു അല്ലേ എന്ന് നോക്കും. സോ ഇപ്പോൾ ഞാനിവിടെ എ നോട്ട് ഈക്വൽ ടു 9 നോക്കാം. ഫോൾസ് ആണ് വന്നത്. ഓക്കെ എ നോട്ട് എന്താടാ ലോഗ് ചെയ്യാത്ത എ നോട്ട് ഈക്വൽ ടു 9 ആണോ? എ നോട്ട് ഈക്വൽ 9 കൊടുത്തപ്പോൾ ഫോൾസ് വന്നു. കാരണം എ ഈക്വൽ ടു 9 ആണ്, ഇവിടെ ടൈപ്പ് ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ശരിക്കും എ ഈക്വൽ ടു 9 ആണ്. പക്ഷെ ഞാനിവിടെ ഇതിട്ട് കൊടുത്താലോ ട്രൂ വരും. മനസ്സിലായോ? അപ്പോൾ എ നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ സ്ട്രിക്റ്റ് നോട്ട് ഈക്വൽ ടു ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ടൈപ്പും കൂടെ ചെക്ക് ചെയ്യും. ഇവിടെ ശരിക്കും എയുടെ വാല്യൂ എന്താണ്? ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ ഒരു കമ്പാരിസണാണ് നോക്കുന്നത്. ഈ കമ്പാരിസൻ്റെ കേസിൽ ഇത് രണ്ടും രണ്ടായതുകൊണ്ട് ഇവിടെ ട്രൂ വരും. പക്ഷേ ഇതിൻ്റെ കേസിൽ ഈ ഡബിൾ കോട്ട്സ് ഡസൻറ്റ് മാറ്റർ ആക്ച്വലി. സോ അതുകൊണ്ട് അത് ഫോൾസ് വരും. കാരണം കോഡിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അത് ട്രൂ ആണ്. കുറച്ച് കൺഫ്യൂസിങ് ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് പയ്യെ ചെയ്ത് നോക്കിയാൽ അത് സംഭവം മനസ്സിലാവും. സോ അതാണ് ഈ ത്രിബിൾ ഈക്വൽ ടു അല്ലെങ്കിൽ ഈ നോട്ടിൻ്റെ കൂടെ ഡബിൾ ഈക്വൽ ടു വരികയാണെങ്കിൽ അവിടെ ഡാറ്റ ടൈപ്പ് ചെക്കിംഗ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ടിപ്പിക്കൽ മാത്തിലുള്ള കമ്പാരിസൺ തിങ്സ് ആണ്. അത് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ടൈം ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ റൈറ്റ്. പിന്നെ നമുക്കുള്ളത് ആൻഡ് ഓറോ ആണ്. സോ അത് ജസ്റ്റ് രണ്ട് കണ്ടീഷൻസിൻ്റെ ഇടയിലുള്ള ട്രൂത്ത് ഓർ ഫോൾസ് വാല്യൂ കണ്ടുപിടിക്കാനാണ്. സോ എനിക്കിപ്പോൾ കൺസോൾ ഡോട്ട് ലോഗ് ഇവിടെ ഇപ്പോൾ ഞാൻ ലെറ്റ് നെയിം ഈസ് ഈക്വൽ ടു അശ്വിൻ, ലെറ്റ് ലാംഗ്വേജ് ഈസ് ഈക്വൽ ടു JS എന്ന് കൊടുക്കുന്ന കരുതും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ കൺസോൾ ഡോട്ട് ലോഗിനകത്ത് നെയിം ഈക്വൽ ടു അശ്വിൻ ടൈപ്പ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഗായ്സ് ഇവിടെ എന്താണ് ഒരു വെട്ട് വന്നത്? ദ ഡിക്ലറൈസേഷൻ വാസ് മാർക്ക് ഡെപ്രിക്കേറ്റഡ് ഓവർ ഹിയർ. ഓക്കെ, അത് എനിക്കൊന്ന് കീവേഡ് ഇതിൻ്റെ വേർഡ് മൈ നെയിം എനിക്കൊന്ന് ആ കീവേഡ് ഇല്ലതായിരിക്കും. സോ ഇത് അടിക്കാത്തതാണ്. ഓക്കെ, സോ അതാ വേർഡ് എന്തോ ഡിപ്രിക്കേറ്റഡ് എന്തോ കീവേഡുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നു. സോ മൈ നെയിം ഈക്വൽ ടു അശ്വിൻ ആൻഡ് ലാംഗ്വേജ് ഈക്വൽ ടു JS ആണോ നോക്കും. ഇതിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് ഇതിൻ്റെ വാല്യൂ നോക്കി നോക്കാം. സോ ഇവിടെ ഇത് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യാം ഗൈസ്, അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആണ്. സോ ഇതിപ്പോൾ ഇവിടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ട്രൂ വരും. ഇവിടെ ട്രൂ വരാൻ കാരണം എന്താണ്? മൈ നെയിം ഈക്വൽ ടു 3 ഈക്വൽ ടു ഉള്ളൂ. ഈക്വൽ ടു അശ്വിൻ നോക്കുകയാണെങ്കിൽ അത് സത്യമാണ്. ഇവിടെ അശ്വിനാണുള്ളത്. ആൻഡ് ഇവിടെ JS ആണോ നോക്കുമ്പോൾ അത് സത്യമാണ്. സോ ട്രൂ ഓൾവേസ് ട്രൂ. ഓക്കെ, സോ ട്രൂ ഈക്വൽസ് ട്രൂ.
ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം, ഇവിടെ അശ്വിൻ അശോക് ആക്കാം. സോ ഇവിടെ ജസ്റ്റ് ഇപ്പോൾ എ മാറി ഇവിടെ ഒരു അശോകും കൂടെ വന്നിട്ടുണ്ട്. സോ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോൾസ് വരും. കാരണം എന്താണ്, ഇവിടെ മൈ നെയിം ഈക്വൽ ടു അശ്വിനാണ് നോക്കുന്നത്, പക്ഷേ ഇവിടെ വാല്യൂ എന്താണ്, അശ്വിൻ അശോകാണ്. സോ ഇത് ഇവാലുവേറ്റ്സ് ടു ബി ഫോൾസ്. അപ്പോൾ ഇത് നോക്കത്തില്ല. സോ ആൻഡിൻ്റെ കേസിനകത്ത് ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആയാൽ മൊത്തം ഫോൾസാണ്. ഓക്കെ, ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആയാൽ മൊത്തം ഫോൾസാണ്. സോ അത് മാറ്റിയും തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ ലാംഗ്വേജ് ഇവിടെ ഇപ്പോൾ അശ്വിൻ അശോക് അശ്വിൻ മാറ്റിയാൽ ഇതിപ്പോൾ വീണ്ടും ട്രൂ ആവും, കാരണം അത് ട്രൂ ആയതുകൊണ്ട്. ലൈക്ക് ഇതിപ്പോൾ ഞാൻ മാറ്റി പഴയതുപോലാക്കിയാൽ അത് ട്രൂ ആവും, കാരണം ഇവിടെ മൈ നെയിം ഈസ് ഈക്വൽ ടു അശ്വിൻ, റൈറ്റ്. സോ ഇനി ഞാനിവിടെ JSS കൊടുത്താൽ അത് ഫോൾസ് ആവും. ഇവിടെ സേവ് ചെയ്തില്ല, കാരണം ഇവിടെ JSSും അവിടെ JS ആണ്, ഇറ്റ് ഡോസിൻ മാച്ച്. സോ ഒന്ന് ഫോൾസ് ആയതുകൊണ്ട് മൊത്തം സ്റ്റേറ്റ്മെൻറ്റും എന്ത് ഇവാലുവേറ്റ് ആവും, ഫോൾസ് ആവും. സോ അടുത്ത കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമുക്കിനി ഓർ നോക്കാം. സോ ഓറിനകത്ത് ഇവിടെ അശ്വിൻ അശോക് ഇടാം. ഓക്കെ, ഈ ആൻഡ് അവിടെ നിൽക്കട്ടെ, ആൻഡ് നമ്മൾ കമൻറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഓർ നോക്കാം. ഓറിൻ്റെ കേസിനകത്ത് നേരത്തെ പോലെ ഇവിടെ ട്രൂവിന് അല്ല ഫോൾസിന് പകരം ട്രൂ ആണ് വന്നത്. അതിൻ്റെ കാര്യം എന്താണ്, ഓറെന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ ട്രൂ ആയാൽ മതി, ആരെങ്കിലും ഒരാൾ ട്രൂ ആയാൽ മതി. ഇവിടെ മൈ നെയിം ഈക്വൽ ടു അശ്വിൻ ആണോ നോക്കി, അല്ല അശ്വിൻ അശോകാണ്. അപ്പോൾ ഇത് ആരായി, ഇവൻ ഫോൾസായി. ഓർ ലാംഗ്വേജ് ഈക്വൽ ടു JS, അതപ്പോൾ ആണ് സത്യമാണ്, ലാംഗ്വേജ് JS ആണ്. അപ്പോൾ ട്രൂ ഓർ ഫോൾസ് ആരെങ്കിലും ഒരാളായാൽ മതി, അപ്പോൾ എന്താണ് ട്രൂ. സോ ഇവിടെ ഇപ്പോൾ ഇവിടെ JSS ആണെങ്കിൽ രണ്ടും ഫോൾസാണ്. സോ ഇതും ഇത് അശ്വിൻ അശോകമാണ്, ഇത് അശ്വിനും ഇവിടെ അശോകം ഉണ്ട്, ആ സാധനം അവിടെ ഇല്ല. ഇവിടെ JSS ആണ്, ഇവിടെ JS ആണ്. സോ അവിടെയും വേരിയേഷൻ ഉണ്ട്. സോ രണ്ടും ഫോൾസ് ആണെങ്കിൽ രണ്ടും ഫോൾസ് ആണ്. സോ അതാണ് ഇതിൻ്റെ കേസ്. സോ ഇവിടെ ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മൊത്തം ട്രൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കേസ്. പിന്നെ ലോജിക്കലാണ്, അതാണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. സോ ഇതാണ്, ഇത്രയും ഓപ്പറേറ്റേഴ്സ് അല്ല, കുറച്ചുകൂടെ ഉണ്ട്, ബട്ട് സ്റ്റിൽ ലൈക്ക് ഇത്രയും ഓപ്പറേറ്റേഴ്സാണ്. അല്ല ആസ് പെർ ദ ടെക്സ്റ്റ് ബുക്ക് ഇത്രയും ഓപ്പറേറ്റേഴ്സാണ് ഉള്ളത്. സോ ഇത്രയുമാണ് ജാവാസ്ക്രിപ്റ്റിൽ ഓപ്പറേറ്റേഴ്സ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡു മെൻഷൻ ഇൻ ദ ചാറ്റ്സ്, അല്ലെങ്കിൽ ലൈക്ക് ഇൻ ദ കമൻറ്റ്. എനിക്ക് മീറ്റിംഗ് ലൈവ് ക്ലാസ് എടുത്താണ് കൂടുതൽ എക്സ്പീരിയൻസ്. സോ അതുകൊണ്ടാണ് ആ ചാറ്റ്സ് ഇടയ്ക്ക് വന്നത്. സോ മെൻഷൻ ഇൻ ദ കമൻറ്റ്സ്, നമുക്ക് ഫിക്സ് ചെയ്യാം.